ഇനി നമുക്കുള്ളത് പ്രൂഫ് ഓഫ് ഇക്വലൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് പി ഇംപ്ലൈസ് ക്യൂ, പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ഫോം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ഈസ് ഈക്വലൻ്റ് ടു പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റും ഈ സ്റ്റേറ്റ്മെൻറ്റുകളും ഇക്വലൻ്റ് ആണ്. അപ്പം പി ഒരു ബൈ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ പ്രൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചൂസ് ചെയ്താൽ മതി? പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി എന്നുള്ളത് ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം എന്താണ്? പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുന്നത് ഈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് ഒരു ടോട്ടോളജി, ഇതൊരു ടോട്ടോളജി അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റും ഈ സ്റ്റേറ്റ്മെൻറ്റുകളും ഇക്വലൻ്റ് ആയതുകൊണ്ട് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ട്രൂ ആണ് എന്ന് കാണിക്കുന്നതിന് പകരം നമ്മൾ പി ഇംപ്ലൈസ് ക്യൂവും ക്യൂ ഇംപ്ലൈസ് പിയും ട്രൂ ആണെന്ന് കാണിച്ചാൽ മതി. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ നമുക്ക് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ ട്രൂ ആണ് എന്ന് പറയാൻ പറ്റും. പിന്നെ പറയുന്നത് ഇത് രണ്ട് പ്രൊപ്പോസിഷൻ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കണ്ടീഷനുകളാണ്. അത് ബൈ കണ്ടീഷനായിട്ട് തന്നേക്കുന്നത്. അതിന് പകരം നമുക്കൊരു സെറ്റ് ഓഫ് എൻ പ്രൊപ്പോസിഷനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് വെച്ചിട്ട് അപ്പം P1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P2 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P3 എക്സെട്ര ഇഫ് ആൻഡ് ഓൺലി ഇഫ് Pn എന്നും പറഞ്ഞ് n പ്രൊപ്പോസിഷനുകൾ നമുക്കുണ്ട്. ഈ n അപ്പോൾ ഇത് P1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P2 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P3 എന്നും പറഞ്ഞുകൊണ്ട് അതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് പകരം ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് പാടാക്കാം. P1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P2 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P3 ഇഫ് ആൻഡ് ഓൺലി ഇഫ് Pn എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? P1 ഇസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് P1 implies P2 and P2 implies P3. ആ ഒരു ഓർഡറിൽ നമുക്ക് പ്രൂവ് P1 implies P2, P2 implies P3, P3 implies P4 എക്സെട്ര. അവസാനം Pn implies P1. അതായത് നമ്മൾ P1 implies P2, P2 implies P3, P3 implies P4 അങ്ങനെ പോയി അവസാനം Pn implies P1. അതൊരു ചെയിനായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പറയും ഇതിന് ഇക്വലൻ്റ് ആയിട്ട് ഇതാണ്. അതായത് P1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P2 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P3 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P4 എക്സെട്ര ഇഫ് ആൻഡ് ഓൺലി ഇഫ് Pn എന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമുക്ക് P1 implies P2, P2 implies P3, P3 implies P4 അങ്ങനെ എക്സെട്ര. അവസാനം Pn implies P1 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്നത്. ഇത് ട്രൂ ആണെങ്കിൽ നമുക്കിത് ട്രൂ ആണെന്ന് പറയാം. അപ്പം നമ്മൾ ഇപ്പോൾ നമുക്ക് 2 or 3 സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയും വലുത് ചോദിക്കില്ല. അപ്പോൾ സപ്പോസ് P1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P2 ഇഫ് ആൻഡ് ഓൺലി ഇഫ് P3 ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? P1 implies P2 ട്രൂ ആണ്, P2 implies P3 ട്രൂ ആണ് ആൻഡ് P3 implies P1 ട്രൂ ആണ്. ഇത് 3ഉം ട്രൂ ആണെങ്കിൽ അപ്പോൾ നമുക്ക് കൺജങ്ഷൻ എടുക്കുമ്പോൾ ഇത് ട്രൂ ആണെന്ന് കിട്ടും. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ നമുക്ക് ഇത് ഇക്വലൻ്റ് ആണെന്ന് പറയാം. ഇനി ഇതിൻ്റെ ഓർഡർ മാറിയതും കൊണ്ട് കുഴപ്പമില്ല. ഇതിന് പകരം നമുക്ക് P1 implies P3, P3 implies P2 ആൻഡ് P2 implies P1 ഇങ്ങനെ എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓർഡർ മാറിയതും കൊണ്ട് പ്രശ്നമില്ല. P1 P2 P3 ഓർഡറിൽ തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. P1 implies P3, അതായത് P1 P2 P3. അവിടെ നമ്മൾ എന്താ ചെയ്തത്? P1 implies P3, P3 implies P2, P2 implies അതൊരു സൈക്ലിക് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. ഓർഡർ മാറിയതും കൊണ്ട് പ്രശ്നമില്ല. P1 P3 പോയി. അപ്പോൾ P3 നിന്ന് P2 പോയി, P2 നിന്ന് P1 പോയി. അപ്പോൾ അത് കംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മൾ P1 P2 P3 ഇങ്ങനെ എടുക്കുമ്പം നമ്മൾ P1 implies P2, P2 implies P3, P3 implies P1 എന്ന് പറയുമ്പോൾ ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അതിന് പകരം P1 P2 P3 ഇങ്ങനെ തന്നെ എടുത്തിട്ട് P1 implies P3 എന്നിട്ട് P3 implies P2, P2 implies P1. കണ്ടോ, ഓർഡർ മാറി എന്നുള്ളത്. P1 implies P2 ഇങ്ങോട്ട് പോകുന്നതിന് പകരം നമ്മൾ ഇങ്ങോട്ട് പോയി. അപ്പോൾ അതനുസരിച്ച് ബാക്കിയുള്ള ഓർഡറും മാറും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഓർഡർ മാറിയതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. എല്ലാം എടുക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. 3 നമുക്ക് പറയാൻ എളുപ്പമായതുകൊണ്ടാണ് P1 P2 P3 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് പ്രൂവ് ചെയ്യേണ്ടതെങ്കിൽ അതിന് പകരം നമുക്ക് P1 implies P2, P2 implies P3, P3 implies P1 ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുമിച്ച് ട്രൂ ആണ് എന്ന് കാണിച്ചാൽ മതി. നമുക്ക് ആ ടൈപ്പ് 2 പ്രോബ്ലംസ് ചെയ്യാം. Prove the theorem. If n is a positive integer,
if n is a positive integer, then n is odd, then n is odd if and only if n square is odd. Prove the theorem. If n is a positive integer, if p, then n is odd. If p, then q. If n is an odd integer, then n is a positive integer, then n is odd if n is odd if and only if n square is odd. അപ്പോൾ നമുക്ക് എന്താ n is odd if and only if n square is odd എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം അത് p if and only if q ഫോമിലാണെന്ന് പറയാൻ പറ്റും. This theorem has the form p if and only if q, where p is the statement, p എന്താണ് n is odd, and q is the statement n square is odd. അപ്പോൾ നമ്മൾ പറഞ്ഞു p if and only if q ട്രൂ ആണ് എന്ന് കാണിക്കുന്നതിന് പകരം നമുക്ക് എന്ത് കാണിച്ചാൽ മതി, p implies q ഉം q implies p യും ട്രൂ ആണെന്ന് കാണിച്ചാൽ മതി. To show that p if and only if q is true, it is enough to show that both p implies q and q implies p are true. അപ്പോൾ നമുക്ക് p implies q ട്രൂ ആണെന്നും q implies p ട്രൂ ആണെന്നും കാണിക്കണം. Now p implies q is the statement p എന്ന് പറയുന്നത് if n is n odd, q എന്ന് പറയുന്നത് n square is odd. p implies q is the statement if n is odd, then n square is odd. p implies q എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, if n is odd, then n square is odd എന്നുള്ള. നമ്മുടെ ചെയ്ത പ്രോബ്ലംസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താ, if n is an odd integer, then n square is odd. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത p implies q is the statement if n is odd, then n square is odd. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്തതാണ് if n is an odd integer, then n square is odd. അപ്പം പ്രോബ്ലം 1 റെഫർ ചെയ്താൽ മതി. എക്സാമിന് അത് പ്രൂവ് ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി നമ്മളത് പ്രൂവ് ചെയ്തതുകൊണ്ട് പ്രൂഫ് ഓഫ് പ്രോബ്ലം 1 അത് ചെയ്യണേ. പ്രോബ്ലം 1ൻ്റെ പ്രൂഫ് അതുപോലെ തന്നെ ചെയ്യണം. Now p implies q is the statement if n is odd, then n square is odd. Therefore ആ പ്രൂഫ് എഴുതിയിട്ട് നമുക്ക് എഴുതാം p implies q is true. p implies q ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. അതായത് നമ്മൾ p implies q എന്ന് പറയുന്നത് if n is odd, then n square is odd എന്നുള്ളതാണ്. നമ്മൾ ഇവിടുത്തെ ആ പ്രൂഫ് വെച്ചിട്ട് നമ്മൾ p implies q ട്രൂ ആണെന്ന് കാണിക്കണം. അത് എഴുതണേ, നമ്മൾ ഇവിടെ എഴുതി വെക്കണം. പ്രൂഫ് ഓഫ് പ്രോബ്ലം 1 അതുപോലെ എഴുതിയിട്ട് നമുക്ക് p implies q ട്രൂ ആണെന്ന് എഴുതും. Now q implies p is the statement if n square is odd, q എന്ന് പറയുന്നത് n square ആണ്, n square is odd, then n is odd. അപ്പോൾ q implies p എന്ന് പറയുന്നത് എന്താണ്, if n square is odd, then n is odd. n square odd ആണെങ്കിൽ n odd ആണെന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ n square is odd. അപ്പോൾ നമ്മൾ if n square is odd, നമ്മളിപ്പോൾ തന്നെ ചെയ്തൊരു പ്രോബ്ലമാണ് പ്രോബ്ലം 8 നോക്കിയേ. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രോബ്ലം 8 നോക്കിയാൽ if n is an integer and n square is odd, then n is odd. അപ്പോൾ n square odd ആണെങ്കിൽ n odd ആണ് നമ്മൾ 8 പ്രോബ്ലത്തിൽ ചെയ്തതാണ്. അപ്പം n square odd, then n is odd. അത് പ്രൂഫ് ഓഫ് പ്രോബ്ലം 8 ആണ്. ചെയ്ത പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ എഴുതുന്നില്ല. നിങ്ങളപ്പം പ്രൂഫ് ഓഫ് പ്രോബ്ലം 8 ചെയ്ത അതേ പ്രൂഫ് ഇവിടെ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, therefore q implies p is true. അപ്പോൾ 1ഉം ട്രൂ ആണ്, 2ഉം ട്രൂ ആണ്. As from 1 and 2 both p
P implies Q and Q implies P are true. Therefore, P if and only if Q is true. Therefore, the theorem is true. തിയറം ട്രൂ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ എടുക്കാം. ഷോ ദാറ്റ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് about the integer n are equivalent. Show that these statements about the integer n are equivalent. നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. P1 എന്ന് പറഞ്ഞാൽ n ഈസ് ഈവൻ. P2 n-1 ഈസ് ഓഡ്. P3 n² ഈസ് ഈവൻ. അപ്പം നമുക്ക് ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇക്വലൻ്റ് ആണെന്ന് കാണിക്കണം. അതായത് P1 if and only if, P2 if and only if, P3 എന്ന് കാണിക്കണം. അപ്പം 3 സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളിപ്പം തിയറി പറഞ്ഞതാണ്. അതിൻ്റെ P1 if and only if, P2 if and only if, P3 കാണിക്കുന്നതിന് പകരം നമ്മൾ എന്താ P1 implies P2, P2 implies P3, P3 implies P1 ട്രൂ ആണെന്ന് കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് നമുക്ക് ആദ്യം എഴുതാം. We will show that these 3 statements are equivalent by showing that the conditional statements P1 implies P2, P2 implies P3 and P3 implies P1 are true. ഇത് ട്രൂ ആണ് എന്ന് നമ്മൾ കാണിക്കാൻ പോവാം. നമ്മൾ P1 if and only if, P2 if and only if, P3 ഇക്വലൻ്റ് എന്ന് പറയുമ്പോൾ അതാണ് കാണിക്കേണ്ടത്. അത് കാണിക്കുന്നതിന് പകരം നമ്മൾ P1 implies P2, P2 implies P3, P3 implies P1 ട്രൂ ആണെന്ന് കാണിക്കാൻ പോകും. അപ്പം ആദ്യം നമുക്ക് P1 implies P2 എടുക്കാം. ഇനി നമുക്ക് n ഈവൻ എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് പ്രൂഫ് യൂസ് ചെയ്യാം. സപ്പോസ് n ഈസ് ഈവൻ. നമ്മൾ P1 ട്രൂ ആണെന്ന് എടുത്തിട്ട് P2 ട്രൂ ആണെന്ന് കാണിച്ചാൽ പോരെ. P1 implies P2 ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി P1 ട്രൂ ആകുമ്പം P2 ട്രൂ ആണെന്ന് കാണിച്ചാൽ മതി. സപ്പോസ് n ഈസ് ഈവൻ, then n is equal to 2k for some integer k എന്ന് എഴുതാലോ. for some integer k. Therefore, n-1 is equal to 2. n ഈവൻ ആണെങ്കിൽ n-1 ഓടാന്നാണ് കാണിക്കുന്നത്. അപ്പോൾ n-1 നമുക്ക് 2k-1 എഴുതാം. അപ്പോൾ നമുക്കതിനെ 2k + 1 -2 എന്ന് എഴുതാൽ അല്ലേ 2k - 1 2k + 1 -2 എന്ന് എഴുതിയാൽ അത് 2k - 1. സോ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് 2 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ 2 × k + 1 +1 എഴുതാലോ. 2 × k - 1. ഈ 2ഉം ഈ 2ഉം കൂടെ കോമൺ ആയിട്ട് എടുത്താൽ ഇവിടുന്ന് 2, അപ്പോൾ kയെ ഇവിടുന്ന് 1. അപ്പോൾ 2 × k - 1. 2k - 1 വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ ഇത് 2 × k - 1 + 1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2k - 2 + 1 ചെയ്യുമ്പോൾ 2k - 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 × k - 1 + 1 ഫോമിലാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2t + 1 where t is equal to k - 1 is an integer. t ഒരു ഇൻറ്റിജറാണ്, k ഒരു ഇൻറ്റിജറാകുമ്പോൾ k - 1 ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? n-1 is equal to 2k + 1 ഫോമിലല്ലേ. 2t + 1 എന്ന് പറയുമ്പോൾ 2k + 1 ഫോമിലാണ്. അപ്പോൾ ഈ ഓഡ് ഇൻറ്റിജറിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് n-1 ഒരു ഓഡ് ഇൻറ്റിജറാണ് നമുക്ക് പറയാൻ മേലെ.
This means that n minus 1 is odd because it is of the form 2t plus 1, where t is equal to k minus 1. Therefore, P1 implies P2 is true. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? n ട്രൂ, P1 ട്രൂ ആണെന്ന് എടുത്തു. P1 ട്രൂ ആണെന്ന് എടുത്തപ്പോൾ നമുക്ക് n-1 ഓടാന്ന് കിട്ടി. n-1 ഓഡ് എന്ന് പറയുമ്പോൾ P2 ഈസ് ട്രൂ എന്ന് കിട്ടി. P1 ട്രൂ ഇംപ്ലൈസ് P2 ഈസ് ട്രൂ. അപ്പോൾ P1 ട്രൂ ആകുമ്പോൾ P2 ട്രൂ ആയതുകൊണ്ട് P1 ഇംപ്ലൈസ് P2 ഈസ് ട്രൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ P1 ഇംപ്ലൈസ് P2 ഈസ് ട്രൂ എന്ന് കാണിച്ചു. അപ്പോൾ ആദ്യത്തെ പ്രൂഫ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വേണം? P2 ഇംപ്ലൈസ് P3 എടുക്കണം. P2 ഇംപ്ലൈസ് P3 എന്ന് പറയുമ്പോൾ n-1 ഓടാണ്. Suppose P2 is true, that is n-1 is odd, implies n-1 is equal to 2k plus 1 for some integer k. Definition അനുസരിച്ച് for some integer k. For some integer k എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്ക് n is equal to 2k plus 1 plus 1. 1 അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് 2k plus 1 plus 1 വരും. ഈക്വൽ ടു 2k plus 2 അല്ലേ? അപ്പോൾ നമുക്ക് n is equal to 2k plus 2 എന്ന് കിട്ടി. നമുക്ക് കാണിക്കേണ്ട P3 ആണ്. P3 എന്ന് പറയുന്നത് n സ്ക്വയർ ഈസ് ഈവൻ ആണ്. അപ്പോൾ നമ്മൾ P2 ട്രൂ എന്നെടുത്തു. P2 എന്ന് പറയുന്നത് n-1 ഓടാണ്. നമുക്ക് കാണിക്കേണ്ട P3 ട്രൂ ആണ്. അപ്പോൾ n സ്ക്വയർ ഈവൻ ആണെന്ന് കാണിക്കണം. അപ്പോൾ n എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടി. Therefore, n square is equal to 2k plus 2 the whole square equal to 4k square plus 8k plus 4 എന്ന് പറയാലോ, which is equal to, നമുക്ക് 2ൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് എഴുതിയാൽ ഈവൻ എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 2 എന്ന് എഴുതാം. ഇനി k ഒരു ഇൻറ്റിജർ ആയതുകൊണ്ട് ഇതൊരു ഇൻറ്റിജറാണ്, ഇതൊരു ഇൻറ്റിജറാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഇൻറ്റിജറായിട്ട് കിട്ടും. സോ ദിസ് ഈസ് ഈക്വൽ ടു സം 2m where m is equal to 2k square plus 4k plus 2 is an integer, implies n square is even, that is P3 is true. Therefore, P2 implies P3 is true. അതിനെ 2 എന്ന് എടുത്തത്. P2 ട്രൂ ആണ് എന്ന് നമ്മൾ എടുത്തു. n-1 ഓടെന്ന് എടുത്തപ്പം n സ്ക്വയർ ഈവൻ എന്ന് നമുക്ക് കിട്ടി. n സ്ക്വയർ ഈവൻ എന്ന് പറയുന്നത് P3 ആണ്. അപ്പോൾ P2 ഇംപ്ലൈസ് P3 ട്രൂ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? P3 ഇംപ്ലൈസ് P1 ആണ്. ഇനി നമുക്ക് കാണിക്കേണ്ടത് P3 ഇംപ്ലൈസ് P1 ആണ്. P3 ഇംപ്ലൈസ് P1 എന്ന് പറയുമ്പോൾ n സ്ക്വയർ ഈവൻ ആകുമ്പം n ഈവൻ ആണെന്നാണ് കാണിക്കേണ്ടത്. ഇത് പക്ഷേ നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ ആണെങ്കിലും n സ്ക്വയർ ഓടായിട്ട് n ഓടാണെന്ന് കാണിക്കാൻ വേണ്ടി ഡയറക്റ്റ് പ്രൂഫ് നമുക്ക് പാടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലും P3 എന്ന് പറയുന്നത് n സ്ക്വയർ ഈസ് ഈവൻ എന്നുള്ള, n സ്ക്വയർ ഈവൻ ആകുമ്പം P3 എന്ന് പറയുന്നത് n സ്ക്വയർ ഈവന്, P1 എന്ന് പറയുന്നത് n ഈവൻ. അപ്പോൾ n സ്ക്വയർ ഈവനിൽ നിന്ന് n ഈവൻ എന്നുള്ള കൺക്ലൂഷൻ എടുക്കാൻ പാടായതുകൊണ്ട് നമ്മളിവിടെ പ്രൂഫ് ബൈ കോൺട്രാപൊസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഹിയർ വി യൂസ് പ്രൂഫ് ബൈ കോൺട്രാപൊസിഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നെഗേഷൻ P1 ട്രൂ ആണെന്ന് എടുക്കും അല്ലേ? P ഇംപ്ലൈസ് Q ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടി നെഗേഷൻ Q ട്രൂ ആണെന്ന് എടുത്തു. സപ്പോസ് negation P1 is true, that is ഇവിടെ P1 എന്ന് പറയുന്നത് n ഈസ് ഈവൻ. അപ്പോൾ n ഈസ് നോട്ട് ഈവൻ വരും. n ഈസ് നോട്ട് ഈവൻ ഇംപ്ലൈസ് n ഈസ് ഓഡ്. n ഓഡായിട്ട് മാറി. n ഓഡാണെങ്കിൽ നമുക്കറിയാം n സ്ക്വയർ ഈസ് ഓഡ് എന്ന് പറയാൻ മേലെ. അത് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്.
n ഓഡ് ആകുമ്പം n സ്ക്വയർ ഓഡ് ആണെന്നുള്ളത് പ്രോബ്ലം 1 ആണ്. പ്രോബ്ലം 1-ൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. മാർക്ക് അനുസരിച്ച് നിങ്ങൾ എക്സാമിനും അത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ n ഓഡെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്ത് എന്താ, നെഗേഷൻ P1 ട്രൂ ആണെന്ന് എടുത്തു. നെഗേഷൻ P1 ട്രൂ എന്ന് പറയുമ്പം n1 ഈസ് നോട്ട് ഈവൻ. അതിൻ്റെ മീനിങ് n ഓഡാണ്. n ഓഡാണെങ്കിൽ n സ്ക്വയറും ഓഡാണ്. അപ്പം n സ്ക്വയർ ഈസ് ഓഡ് എന്ന് പറയുമ്പം നമ്മൾ n സ്ക്വയർ ഈസ് ഈവൻ എന്നുള്ളതായിരുന്നു P3 അല്ലേ. അപ്പം ഇംപ്ലൈസ് നെഗേഷൻ P3 ഈസ് ട്രൂ. n സ്ക്വയർ ഈവൻ എന്നുള്ളതായിരുന്നു P3. അപ്പം നെഗേഷൻ P3 ഈസ് ട്രൂ എന്ന് കിട്ടി. ദെർഫോർ നെഗേഷൻ P1 ഇംപ്ലൈസ് നെഗേഷൻ P3 ഇംപ്ലൈസ് P3 ഇംപ്ലൈസ് P1 ഈസ് ട്രൂ. ഇതിനെ 3 എന്ന് പറയാം. ദെർഫോർ from 1, 2 and 3, from 1, 2 and 3 we have P1 implies P2, P2 implies P3 and P3 implies P1 are true. എല്ലാം true ആണ്. Therefore the three statements are equivalent. The three statements are equivalent. ഇത് ശരിക്കും എളുപ്പമാണ്. നമ്മൾ ചെയ്ത് വളരെ സിമ്പിളായിട്ടാണ്. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഈക്വലൻ്റ് ആണെന്ന് കാണിക്കണം. അതിന് നമ്മൾ P1 ഇംപ്ലൈസ് P2, P2 ഇംപ്ലൈസ് P3, P3 ഇംപ്ലൈസ് P1 അതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ P1 എന്ന് പറയുന്നത് n ഈസ് ഈവൻ എന്നും P2 എന്ന് പറയുന്നത് n-1 ഓടും. അപ്പോൾ നമ്മൾ P1 ട്രൂ ആണെന്ന് എടുത്തു. n ഈവൻ ആണ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 2k ആണ്. അതുകൊണ്ട് n-1 നമുക്ക് 2k -1, 2k -1 നമുക്ക് 2 ഇൻറ്റു സം ഇൻറ്റിജർ +1 ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് n-1 ഓടെന്ന് കിട്ടി. അപ്പോൾ n ഈവൻ ആണെങ്കിൽ n-1 ഓഡ്, P1 ഇംപ്ലൈസ് P2 തീർന്നു. ഇനി P2 ഇംപ്ലൈസ് P3 എന്ന് പറയുമ്പോൾ n-1 ഓടിൽ നിന്ന് n സ്ക്വയർ ഈവൻ എന്ന് കിട്ടണം. n-1 ഓഡാണ് നമ്മൾ എടുത്തു. n-1 ഓഡ് ആയതുകൊണ്ട് n എന്ന് പറയുന്നത് 2k +1 ഇത് ഫോമിൽ കിട്ടി. അപ്പോൾ അത് 2k + 2 കിട്ടി. അപ്പോൾ n സ്ക്വയർ എന്ന് പറയുന്നത് ഒരു 2ൻ്റെ മൾട്ടിപ്പിളായിട്ട് കിട്ടി. അതുകൊണ്ട് n സ്ക്വയർ ഈവൻ ആണ്. അപ്പോൾ n സ്ക്വയർ ഈവൻ ആണെന്ന് നമുക്ക് കിട്ടി. അത് P3 ആണ്. അപ്പം P2 ഇംപ്ലൈസ് P3 എന്ന് കിട്ടി. ഇനി P3 ഇംപ്ലൈസ് P1 ആയിരുന്നു കാണിക്കേണ്ടത്. അതിന് നമ്മൾ ഡയറക്റ്റ് പ്രൂഫ് നമ്മുടെ കയ്യിലില്ല. n സ്ക്വയർ ഈവൻ ആണെങ്കിൽ n ഈവൻ എന്ന് കാണിക്കാൻ എളുപ്പത്തിൽ പറ്റാത്തത് കൊണ്ട് നമ്മൾ കോൺട്രാ പൊസിഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെഗേഷൻ P1 ട്രൂ ആണെന്ന് എടുത്തു. അതായത് നെഗേഷൻ P1 എന്ന് പറയുന്നത് n ഈവനാണ്. അപ്പോൾ n നോട്ട് ഈവൻ എടുത്തു. അപ്പോൾ n ഓടാണ്. n ഓടാണെങ്കിൽ n സ്ക്വയർ ഓടാന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. അപ്പോൾ n ഓടായതുകൊണ്ട് n സ്ക്വയർ ഓടാണ്. n സ്ക്വയർ ഓടെന്ന് പറയുമ്പോൾ n സ്ക്വയർ ഈസ് നോട്ട് ഈവൻ. n സ്ക്വയർ ഈവൻ എന്നുള്ളതായിരുന്നു P3. അപ്പം നെഗേഷൻ P3 ട്രൂ ആണെന്ന് കിട്ടി. അപ്പോൾ നെഗേഷൻ P1 ഇംപ്ലൈസ് നെഗേഷൻ P3. അതിന് നമുക്ക് P3 ഇംപ്ലൈസ് P1 ട്രൂ ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 3 നമ്മൾ 1, 2, 3 വെച്ച് നമുക്ക് P1 ഇംപ്ലൈസ് P2, P2 ഇംപ്ലൈസ് P3 ആൻഡ് P3 ഇംപ്ലൈസ് P1 ചെയ്തു. So we can say that the three statements are equivalent.